കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഒരേപോലെയുള്ള ചിക്കൻ കറി ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി ചിക്കൻ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ ആയിട്ട് ഒരു സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബോണോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പപ്രിക്ക പൗഡറാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ഈ ഒരു പപ്രിക്ക പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ മുളക് പൊടി ചേർക്കാം. അതല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ ചിക്കൻ കറി പൗഡറാണ്, അതായത് ചിക്കൻ മസാല പൗഡർ. അപ്പോൾ അഥവാ ചിക്കൻ മസാല പൗഡർ ഇല്ലെങ്കിൽ ബീഫ് മസാല പൗഡർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം മാത്രം മതി കേട്ടോ. ചിക്കൻ ക്യൂബിന് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ പൗഡറാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട്. ഗാർലിക് പൗഡറിന് പകരം വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ചിക്കൻ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് സമയം, ഒരു 5-6 മിനിറ്റ് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ ഒരു 5-6 മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നാലും ചിക്കൻ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് സമയം വെച്ചിട്ട് ഇത് ഡ്രൈ ആവണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതാണ് പ്രധാനം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ കറി ഉണ്ടാക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ. അപ്പോൾ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. സവാള നല്ലതുപോലെ നല്ല സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇതാ നല്ലതുപോലെ വഴറ്റി കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. തക്കാളിയുടെ പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ അഥവാ ഇല്ലെങ്കിൽ 2 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ. പേസ്റ്റ് ഉണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇതുപോലെ ചേർത്ത് ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി മുഴുവനായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം തിക്കായിട്ടുള്ള 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1-ാം പാലല്ല, എന്നാൽ 2-ാം പാലിനേക്കാളും കുറച്ച് കട്ടിയുണ്ട്. അതായത് ഞാൻ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ടുള്ള തേങ്ങാപ്പാൽ 2 കപ്പാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ ടിന്നിലുള്ളതോ അല്ലെങ്കിൽ പൗഡർ കലക്കിയിട്ടുള്ളതോ ആയ തേങ്ങാപ്പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഫ്രഷിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നമ്മുടെ ചിക്കൻ മസാല പൗഡർ 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ചിക്കൻ കറി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്ന കറി പൗഡർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൻ്റെ ചെറിയൊരു പീസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു പകുതിയിലും കുറവായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്തിട്ട്. ഇനി ഇത് കുറച്ച് സമയം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഗ്രേവിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് സമയം നമുക്കിതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, പിരിയൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് പപ്രിക്ക പൗഡർ, ഒരു 1/2 ടീസ്പൂൺ വരെ മതിയാവും, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പപ്രിക്ക പൗഡർ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറി അടച്ച് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ സിമ്പിളാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, നമ്മുടെ സാധാ വെറും ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, നമ്മൾ പച്ചരി അല്ലെങ്കിൽ ബസ്മതി അരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന വൈറ്റ് റൈസിന് അത് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വൈറ്റ് റൈസും ഈ ഒരു ചിക്കൻ കറിയും സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് എല്ലാത്തരം റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. ഇന്ന സാധനമൊന്നുമില്ല, ഈ ഒരു ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്